അഞ്ചിന്റെ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നത് വളരെ രസകരവും എളുപ്പവുമാണ്. ഇതിനായി നമുക്ക് ചില ലളിതമായ വിദ്യകൾ നോക്കാം. ഞാൻ നിങ്ങളെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഇതിൽ സഹായിക്കാം. അഞ്ചിന്റെ ഗുണനത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അക്കങ്ങളുടെ അവസാനം എൻഡിംഗ് ഡിജിറ്റ്സ്. അഞ്ചിന്റെ ഗുണനഫലങ്ങൾ എപ്പോഴും 0 അല്ലെങ്കിൽ 5-ലായിരിക്കും അവസാനിക്കുന്നത്. രണ്ട്, ക്രമം പാറ്റേൺ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഉത്തരങ്ങൾ 5, 10, 15, 20 എന്നിങ്ങനെയാണ് പോകുന്നത്. അതായത് ഓരോ തവണയും നമ്മൾ 5 വീതം കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് ഈ പട്ടിക പഠിക്കാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യമെന്ന് പറയൂ. ഒന്ന്, പകുതിയാക്കുന്ന രീതി, ഹാഫ് മെത്തേഡ്. ഇരട്ട സംഖ്യകളെ ഈവൻ നമ്പേഴ്സ് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ സംഖ്യയുടെ പകുതി എടുത്തുകൂടെ ഒരു 0 ചേർത്താൽ മതി. ഉദാഹരണത്തിന് 4 ടൈംസ് 5 കാണാൻ 4ന്റെ പകുതിയായ 2ന്റെ കൂടെ 0 ചേർത്താൽ 20 കിട്ടും. രണ്ട്, ക്ലോക്ക് രീതി, ക്ലോക്ക് മെത്തേഡ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 6ന്റെ പകുതി 3 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യ ഉപയോഗിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്താം. ഇരട്ട സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കാൻ. 1, ആ സംഖ്യയുടെ പകുതി എടുക്കുക. ഇവിടെ ആദ്യ 2 സമം 3. 2, കിട്ടിയ അക്കത്തിന്റെ കൂടെ ഒരു 0 ചേർക്കുക. അപ്പോൾ 3ന്റെ കൂടെ 0 ചേർത്താൽ നമുക്ക് 30 കിട്ടുന്നു. അതായത് 8 ടൈംസ് 5 സമം 30. നമുക്കിതൊന്നു കൂടി പരീക്ഷിച്ചു നോക്കാം. ഇതുപോലെ 8നെ 5 കൊണ്ട് ഗുണിച്ചാൽ 8 ടൈംസ് 5 എത്ര കിട്ടുമെന്ന് പറയാമോ? 8ന്റെ പകുതി എടുത്തുകൂടെ ഒരു 0 ചേർത്താൽ മതി. നന്നായിരിക്കുന്നു. 8ന്റെ പകുതി 4 ആയതുകൊണ്ട് അതിന്റെ കൂടെ 0 ചേർത്തപ്പോൾ നിങ്ങൾക്ക് 40 എന്ന് കൃത്യമായ ഉത്തരം ലഭിച്ചു. 8 ടൈംസ് 5 സമം 40 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സ് കാര്യം നോക്കാം. ഇതും വളരെ എളുപ്പമാണ്. ഒറ്റ സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കാൻ. 1, ആ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. 2, കിട്ടുന്ന ഉത്തരത്തിന്റെ പകുതി എടുക്കുക. 3, അതിന്റെ കൂടെ 5 ചേർക്കുക. ഉദാഹരണത്തിന് നമുക്ക് 7 ടൈംസ് 5 എത്രയാണെന്ന് നോക്കാം. 7ൽ നിന്ന് 1 കുറച്ചാൽ 6. 6ന്റെ പകുതി 3, കൂടെ 5 ചേർത്താൽ 35. അങ്ങനെയെങ്കിൽ ഇതേ വിദ്യ ഉപയോഗിച്ച് 9 ടൈംസ് 5 എത്രയാണെന്ന് ഒന്ന് പറയാമോ? ആദ്യം 9ൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് കൃത്യമാണ്. 9 ടൈംസ് 5 സമം 45. നമ്മൾ ചെയ്ത രീതി ഒന്നുകൂടി നോക്കാം. 9ൽ നിന്ന് 1 കുറച്ചു, റൈറ്റ് ആരോ 8. 8ന്റെ പകുതി എടുത്തു, റൈറ്റ് ആരോ 4, കൂടെ 5 ചേർത്തു, റൈറ്റ് ആരോ 45. ഇപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകളെയും ഈവൻ നമ്പേഴ്സ് ഒറ്റ സംഖ്യകളെയും ഓഡ് നമ്പേഴ്സ് 5 കൊണ്ട് ഗുണിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിനെ നമുക്കൊരു പട്ടികയായി താഴെ കാണാം. സംഖ്യ, രീതി, ഉത്തരം 6 ഇരട്ട, 6ന്റെ പകുതി 3 പ്ലസ് 0 30, 7 ഒറ്റ, 7 മുതൽ 1 വരെ സമം 6. 6ന്റെ പകുതി 3 പ്ലസ് 5 35. 8 ഇരട്ട, 8ന്റെ പകുതി 4 പ്ലസ് 0 40. 9 ഒറ്റ, 9 മുതൽ 1 വരെ സമം 8. 8ന്റെ പകുതി 4 പ്ലസ് 5 45. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു സംഖ്യ പരീക്ഷിച്ചാലോ? 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 12 ടൈംസ് 5 എത്ര കിട്ടും? നിങ്ങൾ നൽകിയ ഉത്തരം ഒന്നുകൂടി പരിശോധിക്കാമോ? നമ്മൾ 12നെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. 12 ഒരു ഇരട്ട സംഖ്യ, ഈവൻ നമ്പറാണ്. ഇരട്ട സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ ഉപയോഗിച്ച എളുപ്പവഴി ഇതായിരുന്നു. 1, സംഖ്യയുടെ പകുതി എടുക്കുക. 2, അതിന്റെ കൂടെ ഒരു 0 ചേർക്കുക. അപ്പോൾ 12ന്റെ പകുതി എത്രയാണ്? അതിന്റെ കൂടെ 0 ചേർത്താൽ എത്ര കിട്ടും? ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. നന്നായിരിക്കുന്നു. 12ന്റെ പകുതി 6 ആയതുകൊണ്ട് അതിന്റെ കൂടെ 0 ചേർത്തപ്പോൾ നിങ്ങൾക്ക് 60 എന്ന കൃത്യമായ ഉത്തരം ലഭിച്ചു. 12 ടൈംസ് 5 സമം 60. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. ഇരട്ട സംഖ്യകൾ. സംഖ്യയുടെ